നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നുള്ളത്. ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. ക്രിസ്തുമസിന് മുമ്പായി തന്നെ ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ പണം ലഭിക്കുന്നതാണ്. ഇലക്ഷൻ പ്രമാണിച്ച് വിതരണ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളുണ്ടോ? എന്നായിരിക്കും നമുക്ക് പെൻഷൻ ലഭിക്കുക? പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി തന്നെ പെൻഷൻ ലഭിക്കുമെന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. നിങ്ങൾക്ക് കഴിഞ്ഞ മാസം എത്ര രൂപയാണ് പെൻഷൻ ലഭിച്ചത്? 1600 രൂപയാണോ അതോ 3600 രൂപയാണോ? എത്രയാണ് ലഭിച്ചതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കഴിഞ്ഞ മാസത്തെ പെൻഷനോട് കൂടി തന്നെ എല്ലാ കുടിശ്ശികയും ഇപ്പോൾ കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസംബർ മാസത്തിലെ പെൻഷനാണ്. നമുക്കറിയാം, ഇനി പഞ്ചായത്ത് ഇലക്ഷന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഇലക്ഷനിടയിൽ നമുക്ക് പെൻഷൻ പണം നൽകാൻ സാധിക്കുകയില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ 12-ാം തീയതി മുതൽ അല്ലെങ്കിൽ 14-ാം തീയതി വരെയായിരിക്കും നമുക്ക് പെൻഷൻ പണം ലഭിക്കുക. 2000 രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുക. സാധാരണഗതിയിൽ നമുക്ക് പെൻഷൻ ലഭിക്കാറ് ആ മാസം അവസാനത്തിലാണ്. എന്നാൽ ഇലക്ഷനും ക്രിസ്മസുമെല്ലാം പ്രമാണിച്ച് നമുക്ക് നേരത്തെ തന്നെ പെൻഷൻ പണം ലഭിക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ അടിയിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല, ഒരു മാസത്തെ പെൻഷൻ ലഭിച്ചത് എന്നിങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു. പല ആളുകളുമായി നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് പെൻഷൻ മസ്റ്ററിങ്, വിധവ പെൻഷൻ വാങ്ങുന്ന ആൾക്ക് നൽകേണ്ട സത്യാമൂലം എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയത് എന്നുള്ളതാണ്. പെൻഷൻ സംബന്ധമായിട്ട് ഏതൊരു അറിയിപ്പ് വന്നാലും നമ്മുടെ ചാനൽ വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലത്തെ അറിയിപ്പുകൾ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ചെയ്യുന്ന വീഡിയോയിലുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുന്ന സമയത്ത് എന്തെല്ലാം രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടി വരിക, SIR-മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എങ്ങനെയാണ് തീർക്കുക എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് മറുപടി പറയാൻ സാധിക്കാറില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ചാനലിലെ വാട്സപ്പ് നമ്പറിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ പേഴ്സണലായിട്ട് ചോദിക്കാൻ സാധിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസം 29 രൂപ നൽകി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുകയും അതിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി നൽകുന്നതുമാണ്. അതുപോലെ തന്നെ മറ്റാൾക്കുള്ള സംശയമാണ് സർക്കാർ അന്ന് പ്രഖ്യാപിച്ചിരുന്ന വീട്ടമ്മമാർക്കുള്ള 1000 രൂപ പെൻഷനെ പറ്റി. എന്നാൽ പിന്നീട് ഇതുവരെയും അതിനെക്കുറിച്ച് യാതൊരു ഔദ്യോഗികമായ വിവരം വന്നിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നീട് വരുമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമെല്ലാം അപ്പോൾ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ 19 മാസമായി മുടങ്ങിക്കിടക്കുന്ന തൊഴിലാളി ക്ഷേമനിധി പോലുള്ള പെൻഷനെക്കുറിച്ചും പല ആളുകളും ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഔദ്യോഗികമായി ഒരു അറിയിപ്പ് ലഭിക്കാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ചും വീഡിയോസുകൾ വരാത്തത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ വീണ്ടും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.